നമിക്കുന്നു ഗുരുനാഥ, നമിക്കുന്ന തിരുപാദ, മഹത്താമഗീരുകളെ ശിരസാ ഞാൻ വഹിക്കുന്നു. നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് മലയാളത്തിലെ പ്രശസ്ത കവി ശ്രീ മോഹൻ വസുധയാണ്. ഈ ദിവസം തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ തിരഞ്ഞെടുത്തത് ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ തന്നെ പ്രകൃതിയെയും ഭൂമിയെയും ചൂഷണം ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ആധികാരികമായിട്ടുള്ള വിഷയങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ശ്രീ മോഹൻ വസുധയെ ഞാൻ ഈ ഇൻ്റർവ്യൂവിലേക്ക് സ്വാഗതമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചുപോയി. ഇത് നമ്മളുടെ പ്രശസ്തനായ കവി ശ്രീ ONV സാറ് ജനഹൃദയങ്ങളിൽ കോറിയിട്ട വരികളാണ്. ഞാൻ ഈ അവസരത്തിൽ ഇത് ഓർക്കാൻ കാര്യം, താങ്കളുടെ ആദ്യ 2 കൃതികളും ഭൂമിയുടെ പര്യായമാണല്ലോ, വസുധയും മേദിനിയും. മാത്രമല്ല താങ്കളുടെ പേരിലെ ഒരു പുതുമ, അതായത് മോഹൻ വസുധ. ഇന്ന് വളരെ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാർ പോലും സ്വന്തം പേരിനൊപ്പം ജാതി പേരുകളും കുടുംബ പേരുകളും ഒക്കെ വെക്കുന്ന ഈ സന്ദർഭത്തിൽ താങ്കൾ ഇങ്ങനെ വ്യത്യസ്തമായ ഒരു പേര് സ്വീകരിക്കാനുണ്ടായ സാഹചര്യം അല്ലെങ്കിൽ അതുണ്ടായ പ്രചോദനം എന്താണ്? താങ്കളുടെ ഒഫീഷ്യൽ നെയിം എന്താണ്? ഇതൊക്കെ അറിയാൻ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകും. എൻ്റെ ഒഫീഷ്യൽ നെയിം മോഹനകുമാർ എന്നാണ്. അച്ഛൻ സ്കൂളിലിട്ട പേര് മോഹനകുമാർ. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന നാട്ടുകാരെല്ലാം അറിയപ്പെടുന്നത് രാജീവ് എന്ന പേരില്ല. MK രാജീവ് എന്ന പേരിലാണ് എൻ്റെ ആദ്യ പുസ്തകം പുറത്തിറങ്ങിയത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഹാളിൽ ഒരു കവിയരങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ശ്രീ ജോസാനണ്ണി കുര്യപ്പുഴയുമായി പരിചയപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ ആദ്യ പുസ്തകത്തിനുള്ള ഒരു അവസരം ഒരുക്കി തരുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊരു പേരായിരുന്നു. പക്ഷെ അതിനൊരു പോസിറ്റീവായ ഒരു പേര് വരണമെന്ന് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വസുധയുടെ നാൾ വരും എന്ന് ആണ് ആ കവിതയ്ക്ക് പേര്. ആദ്യം ഇട്ടിരുന്ന പേര് നിന്റെ നാൾ വരുമെന്നായിരുന്നു. പക്ഷേ ജോസേട്ടനാണ് പറഞ്ഞത് വസുധയുടെ നാൾ വരും വേണ്ട, വസുധയെന്ന് മതി. അതായിരുന്നു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ വെച്ചിട്ട് അദ്ദേഹമാണ് അതിന് കവർ പേജ് എല്ലാം ചെയ്ത് പുസ്തകമാക്കിയത്. പിന്നീട് ആ പുസ്തകം ഇറങ്ങിയ ശേഷമാണ് എൻ്റെ വീട് വെച്ചത്. ഞാൻ വീടിന് കൊടുത്തിരിക്കുന്ന പേര് വസുധ എന്നതാണ്. വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷമാണ് മോഹൻ വസുധ എന്ന പേരിലേക്ക് എഴുതി തുടങ്ങിയത്. അതിലൂടെയാണ് പിന്നീട് ആ പേര് തൂലികാനാമമായിട്ട് സ്വീകരിച്ചു. ശരിക്കും ഈ എല്ലാ കവിതകളിലും പ്രകൃതി ആണൊരു വിഷയമായിട്ട് വന്നിട്ടുള്ളത്. പ്രകൃതിയെ ചൂഷണം ചെയ്യുക, ചൂഷണം എന്ന് പറയാൻ പറ്റത്തില്ല, ഇന്ന് മനുഷ്യൻ കടന്നു കയറുകയാണ് പ്രകൃതിയിലേക്ക്, അല്ലേ? അപ്പം ആ കടന്നു കയറ്റത്തിനെതിരെയൊക്കെ താങ്കൾ ഒരു വസുധയുടെ പുത്രൻ എന്ന് ഞാൻ വിളിക്കും, അതിങ്ങനെ പ്രതികരിക്കണം എന്ന് തോന്നിയത്. അതുകൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ഈ ഏതെങ്കിലും ഇപ്പോഴൊരു ശാസ്താംകോട്ട കായലിനെ കുറിച്ചൊരു കവിത എഴുതുന്നുണ്ടല്ലേ? അത് ഞാൻ കണ്ടു, അത് പുസ്തകമായിട്ടില്ല, വായിച്ചു. അതിനെ കുറിച്ച് എന്താണ്, അതിൻ്റെ ഏതാനും വരികൾ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചൊല്ലാമോ? ശാസ്താംകോട്ട കായൽ എന്ന കവിതയിൽ 6 ഭാഗങ്ങളായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. അതിൽ ആദ്യത്തെ ഭാഗം പല്ലവി വൃത്തത്തിലാണ്. 2013 എഴുതി തുടങ്ങിയ ഒരു കവിതയാണത്. അത് പത്രവാർത്തയിൽ അവിടെയാണ് തുടങ്ങുന്നത്. അതിലെ ചൊല്ലൽ രീതി ഇങ്ങനെയാണ്: കായലെ നിന്നെ കുറിച്ചിന്നൊരു വാർത്ത കണ്ടു, കാലത്തു പത്രത്തിൻ്റെ താഴ്മറിക്കേ, ആസന്നമൃതിയിൽ നിന്നതിജീവനത്തിന് കാതോർക്കുന്നെന്നുള്ളൊരു തലക്കെട്ടോടെ, കവുങ്ങിൻ്റെ പാലമൊന്നു തീർത്തൊരാ തീരം ചേർന്ന് കടത്തടുപ്പിക്കുന്ന തോണിച്ചിത്രവുമുണ്ട്. ഇത് താങ്കളുടെ കവിതകളൊക്കെ തന്നെ വൃത്തനിബദ്ധമാണ്. വൃത്തത്തിൽ കവിത എഴുതുന്നവർക്ക് വളരെ അപൂർവമാണ്. പക്ഷേ ഇപ്പം തന്നെ ഇത് ചൊല്ലിയതിപ്പം നിങ്ങൾക്കറിയാം, പല രീതിയിലുള്ള വൃത്തങ്ങളുണ്ട്. ഭാഷാവൃത്തങ്ങളുണ്ട്, സംസ്കൃത വൃത്തങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് 4ഓളം വൃത്തങ്ങൾ ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഏത് വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്? ഈ എഴുതിയ കവിത പല്ലവിനി വൃത്തത്തിലാണ്. ഓക്കെ. എന്തുകൊണ്ടാണ് ഈ വൃത്തത്തിൽ കവിത എഴുതണം എന്നൊരു തോന്നൽ? അത് സ്വാഭാവികമായിട്ടും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യമാണ് വൃത്തത്തിൽ കവിത എഴുതുക എന്ന് പറഞ്ഞാൽ. കാരണം ചില സമയത്ത് നമുക്ക് ചില വാക്കുകൾ, ചില അക്ഷരങ്ങൾ മാറ്റേണ്ടി വരും. അതിന് വലിയൊരു പദസമ്പത്ത് നമുക്ക് ആവശ്യമാണ്. അത് പരന്ന വായന വേണമെന്ന് പറയും, അല്ലേ? അപ്പം
അത്തരം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നേരിടുന്നുണ്ട്. വൃത്തത്തിൽ എഴുതുമ്പോൾ സാധാരണ രീതിയിൽ എഴുതുന്നതിനേക്കാളും എഴുത്തിൽ വേഗത ചില വിഷയങ്ങളിൽ ഉണ്ടാകാറുണ്ട്, ചില വിഷയങ്ങളിൽ പ്രശ്നവുമാണ്. കാരണം ഒരു 4 വരിയോ 8 വരിയോ നമുക്ക് ഒരു ആശയം കിട്ടിയതിന് ശേഷം പിന്നീട് മുമ്പോട്ട് പോകാൻ വയ്യാത്തതുകൊണ്ട് വീണ്ടും അവിടെ വെച്ചിട്ട് പിന്നെയും ഒരു വർഷമോ 1.5 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും അത് പൂർത്തീകരിക്കാൻ കഴിയുക. അങ്ങനെ ഒരു പ്രശ്നം, നീണ്ട ഇടവേള ഒരു കവിത പൂർത്തിയാക്കുന്നതിന് വേണ്ടി. അതെ, വൃത്തം പണ്ട് ഉപയോഗിച്ചിരുന്നത് ചൊല്ലിന്റെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അല്ലേ? കാര്യം ആദ്യത്തെ നിങ്ങളുടെ 2 കൃതികളും, ഒന്ന് വസുതയും ഒന്ന് മേധിനിയും, 2 സമാഹാരങ്ങളും, അതിലെ രണ്ടിലും ഗദ്യ കവിതകളൊക്കെ ആയിരുന്നു കൂടുതൽ. ശരിക്കും ഗദ്യ കവിതകളാണോ പദ്യ കവിതകളാണോ ഈ ആശയം കൂടുതൽ ശക്തമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം പദ്യ കവിതകളാണ്. ഞാൻ ആദ്യം മുതൽ തന്നെ ഈ ചൊല്ലി എഴുതുന്ന ഒരു രീതിയായിരുന്നു ഞാൻ പിന്തുടരുന്നത്. പക്ഷേ എനിക്ക് സ്കൂൾ തലത്തിൽ മാത്രമേ ഞാൻ വൃത്തത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിക്കോ ഒന്നും ഞാൻ മലയാള ഭാഷയല്ല പഠിച്ചിരുന്നത്. പക്ഷെ ഞാൻ വൃത്തത്തിലേക്ക് എഴുതണമെന്നുള്ളൊരു തോന്നൽ വന്നത് 2 കാരണങ്ങളുണ്ട്. എൻ്റെ കവിതകൾ ചിലരെയൊക്കെ ചൊല്ലാൻ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയെ അത്യാവശ്യം ചൊല്ലുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു കവിത ഇങ്ങനെ ചൊല്ലാൻ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു അഭിപ്രായമുണ്ട്, നിങ്ങൾ കവിതയിൽ ഒരു വരി നെടിയോളം ജംഗ്ഷനിലാണെങ്കിൽ അടുത്ത വരി കുന്നത്തൂർ പാലത്തിലാണ്, അതുകൊണ്ട് ആൾക്ക് ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള അഭിപ്രായം പറഞ്ഞിരുന്നു. അതുപോലെ മറ്റു 2 പേരും ഇത്തരത്തിലുള്ളൊരു പ്രശ്നം പറഞ്ഞതുകൊണ്ടാണ് എന്തുകൊണ്ട് വൃത്തത്തിലേക്ക് മാറിക്കൂടാ എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ട് കണ്ടെത്തി. അങ്ങനെയാണ് BR സാറിൻ്റെ വീഡിയോസൊക്കെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. BR സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹവുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരു അദ്ദേഹത്തെ കുറിച്ച് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ആദരവായിട്ട് ഒരു കവിത നിങ്ങളുടെ സമാഹാരത്തിലുണ്ട് അല്ലേ? അത് എങ്ങനെയാണ് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം? 2019 എൻ്റെ 2ാമത്തെ മേദിനി എന്ന കവിതാ സമാഹാരം ഇറങ്ങുന്നത്. അതിനുശേഷം ഈ കൊറോണ കാലമൊക്കെ വന്ന ശേഷം ഞാൻ യാദൃച്ഛികമായിട്ടാണ് BR സാറിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഈ ഭാഷയെക്കുറിച്ചും വൃത്തങ്ങളെക്കുറിച്ചുമുള്ള ഒരു വീഡിയോസ് യാദൃച്ഛികമായി കാണാനിടയായി. അതിലെനിക്ക് വലിയ താല്പര്യം തോന്നിയതിന് ശേഷമാണ് ഞാൻ അത് നിരന്തരം കാണാൻ തുടങ്ങി. അങ്ങനെ വൃത്തത്തിൽ ചില കവിതകളൊക്കെ അദ്ദേഹത്തിന് എഴുതി അയച്ചു കൊടുക്കുകയും അദ്ദേഹം അതിന് മറുപടി അയക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഈ കളകാഞ്ചി വൃത്തത്തിലുള്ള ഒരു കവിത പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഭാഷാപിതാവിനെ നമ്മൾ നമിക്കണം. രാമായണത്തിലെ സുന്ദരകാന്ഡം മുഴുവൻ എഴുതിയിരിക്കുന്നത് ഈ കളകാഞ്ചി വൃത്തത്തിലാണ്. അത് ആർക്കും അത്ര പെട്ടെന്ന് എഴുതി പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നൊരു വൃത്തമല്ല. കാരണം അതിൻ്റെ അക്ഷരഘടന അതുകൊണ്ടാണ്. അത്രയും പദസ്വാധീനതയും അറിവുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഒരു കൗതുകം തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ഈ താളത്തിൽ രാമായണം ഈ സുന്ദരകാന്ഡം വായിച്ചത്. പിന്നീട് പറ്റിയൊരു വിഷയം കിട്ടുവാണെന്ന് ശ്രമിച്ചു നോക്കണമെന്നുള്ള ഇരുന്നപ്പോഴാണ് ഈ ഒരു കവിത ഞാൻ എഴുതിയത്. അതിനു മുമ്പ് മഞ്ചരി വൃത്തത്തിൽ ഒരു ഞാനതുപോലെ കെട്ടിയ പട്ടം എന്ന് പറഞ്ഞൊരു കവിത എഴുതിയിരുന്നു. ആ കവിതയും അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ താളനിബദ്ധമായ അക്ഷരങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ മാറ്റാൻ എൻ്റെ ഒരു മലയാള അധ്യാപികയുണ്ട്, ജോസ്ന ടീച്ചറിന് ഞാൻ അയച്ചു കൊടുത്തു. ടീച്ചറിന് അയച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ഈ ഗണമൊക്കെ തിരിച്ച് അയച്ചു തന്നിട്ട് പിന്നെ നിരന്തരമായ തിരുത്തലുകൾ തന്നിട്ടാണ് ഞാൻ ആ ഒരു ശ്രമത്തിൽ കണ്ടിന്യൂ ചെയ്തത്. അതെ, ഇന്ന് പിന്നെ വൃത്തങ്ങൾ ഉപയോഗിച്ച് കവിത എഴുതുന്ന ഒരു വളരെ ഇതാണ്. അപ്പം BR സാറിനെ പോലുള്ള ഒരു സപ്പോർട്ട് വളരെ വലുതായിരുന്നു അല്ലേ? ശരിയാണ് പറഞ്ഞത്. കാര്യം കളകാഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ അത്ര എഴുതുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ആദ്യം തന്നെ സൂചിച്ചല്ലോ, നല്ല പദസമ്പത്ത് വേണം എന്നുള്ളത്. അപ്പം ഈ ശാസ്താംകോട്ടക്കായൽ എന്നുള്ള കവിതയിലെ 2ാമതൊരു ഭാഗം മഞ്ചരി ഉപയോഗിച്ചിട്ടുണ്ടല്ലേ? മഞ്ചരിയിലെ ഏതാനും വരികൾ ഒന്ന് ചൊല്ലാൻ പറ്റും? ഇത് മഞ്ചരി വൃത്തത്തിൽ എഴുതിയാണ് കായലിൻ്റെ തേങ്ങൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനും കൂടിയുള്ള ഒരു ആശയസംവേദനമാണ്. അപ്പോൾ കായലിൻ്റെ തീരത്ത് ഞാനൊരു കൈക്കുമ്പിളിൽ വെള്ളം കോരാൻ നിന്നപ്പോൾ എനിക്കൊരു തേങ്ങൽ പോലെ തോന്നുന്ന രീതിയിലാണ് ഞാൻ കവിത എഴുതിയത്. മലിനമാണെങ്കിലും തീരത്തു നിന്നു ഞാനൊരു കുമ്പിൾ കോരാൻ തുനിഞ്ഞിടുമ്പോൾ അകലെ നിന്നതിലോലമൊരു തേങ്ങൽ കേട്ടതാ കായൽ പരപ്പിൽ നിന്നായിരുന്നു. തരളമാമിഴികളിൽ നിന്നു മുതിർന്ന പോലൊരു തുള്ളി കണ്ണുനീർ കാറ്റിനൊപ്പം അരുത് വരരുതൻ അരികിലേക്കിനി ആരും ദയനീയമാമൻ മിഴി തുടയ്ക്കാൻ. ഇനിയും കവിത മൊത്തം വായിച്ചിരുന്നതും വളരെ വൃത്തനിബദ്ധമാണ്. നല്ല ചൊൽക്കാഴ്ചയുണ്ട്. ചൊല്ലുന്ന ഓരോരുത്തരുടെയും മനോധർമ്മം അനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരുത്തി ചൊല്ലാം. ഇത് കിട്ടും ഈ ചില പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ ആയിട്ട് ചേർന്നും താങ്കളുടെ ഈ പുസ്തകമൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പുതിയൊരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണെന്ന് കേട്ടു.
ആ പുസ്തകത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അതെ അത് ഈ പുസ്തകം അടുത്തൊരു കവിതാ സമാഹാരമാണ് ചേരുന്നത്. 21 കവിതകൾ ചേർത്ത് ധരണി എന്ന ഒരു പുസ്തകമാണ് ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ അവതാരിക അച്യുശങ്കർ സാറാണ് എഴുതി തന്നിരിക്കുന്നത്. അതിൻ്റെ പ്രസാധന സംവിധാന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ തിരുത്തലുകൾക്കൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ അനിൽകുമാർ ഡേവിഡ് സാർ, സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അപ്പോൾ അദ്ദേഹമാണ് ഈ കവിത വായിച്ചതിന് ശേഷം ശാസ്താംകോട്ട കായൽ ഒരു 11 പേജോളം നീളുന്നൊരു വലിയ കവിതയാണ്. അവർ വെള്ളായണി കായലിൻ്റെയൊക്കെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് അവരെല്ലാം ചേർന്നിട്ട് അങ്ങനെ ഒരു കവിത ചെയ്തിരുന്നു. ഇതിന് ഒരു പ്രത്യേക കവിതയാക്കുന്നതിനുള്ള സാധ്യതയുണ്ട്, പലരുടെയും പരിസ്ഥിതികമായ കുറിപ്പുകൾ ചേർത്തുകൊണ്ട്. അങ്ങനെയാണ് ആ ഒരു ആശയം വന്നത്. അപ്പോൾ ജോസേട്ടനും മറ്റേ എൻ്റെ സുഹൃത്തുക്കളും കവി സുഹൃത്തുക്കളുമായിട്ടൊക്കെ ആലോചിച്ചതിന് ശേഷം അങ്ങനെ ഒരു രീതിയിലേക്ക് പോയത്. ഇപ്പോൾ ഒരു 12ഓളം പ്രശസ്തരായ ആൾക്കാർ കുര്യപ്പുഴ സാറിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥിന് ഞങ്ങൾ കവിത കൊടുത്തു, അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ സാറിന്, അതുപോലെ തന്നെ ഇന്ത്യക്കാട് ബാലനസാർ, അങ്ങനെ തുടങ്ങി ഒട്ടേറെ പേർക്ക് ഈ കവിത കൊടുത്തിട്ട് അവരുടെ എല്ലാം കുറിപ്പുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ജോസേട്ടനും ഒരു കുറിപ്പ് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് ഒരു പ്രത്യേക പുസ്തകമായിട്ട് കായൽ സംരക്ഷണ സമിതിയുമായി ചേർന്നുകൊണ്ട് കായലിൻ്റെ സംരക്ഷണത്തിനും ഒപ്പം തന്നെ ആളുകളെ ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയിട്ട് അത് ഉപകരിക്കുമെന്ന ഒരു തോന്നൽ കൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എഴുതി കിട്ടുന്ന മുറയ്ക്ക് എത്രയും വേഗം ചെയ്യണമെന്ന് തന്നെയാണ് ആലോചിക്കുന്നത്. നല്ല ഒരു കാര്യം നമ്മളൊരു കവിത എഴുതി വെറുതെ ഇങ്ങനെ ചൊല്ലി ആൾക്കാരെ കേൾപ്പിക്കുക എന്നുള്ളതല്ല, അതെന്തെങ്കിലും സമൂഹത്തിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുക എന്നുള്ളത്, അവിടെയാണ് ഒരു സാഹിത്യകാരൻ്റെ വിജയം എന്ന് പറയുന്നത്. പണ്ട് മുതലേ നമ്മൾ വള്ളത്തോളിനെയൊക്കെ നോക്കിയാലും എല്ലാവരും ഈ സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ വളരെയേറെ സംഭാവന ചെയ്തവരാണ് വള്ളത്തോൾ. കാരണം നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും അതാണ് സാഹിത്യകാരൻ്റെ കടമയെന്ന് പറയുന്നത്. ഈ നമ്മുടെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരന് പത്മനാഭൻ സാറാണെന്ന് തോന്നുന്നു ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു, ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. അതായത് ഇന്ന് കവികളെ തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന്, എന്ന് വെച്ചാൽ എല്ലാവരും കവികളാണെന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിന് ഒരുപാട് പേര് കവിത എഴുതുന്നുണ്ട്. എല്ലാവർക്കും അവരവരുടേതായ രീതിയിലാണ് എല്ലാവരും ചെയ്യുന്നത്. പെട്ടെന്ന് എഴുതി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഗദ്യ രീതി ആയതുകൊണ്ട് പലരും അത് പിന്തുടർന്ന് പോരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊരു ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയാൻ ആളല്ല. ചോദിച്ചെന്നുള്ളൂ. പക്ഷെ ശരിയാണ്, കാര്യം എഴുതുന്നതുകൊണ്ട് നമ്മുടെ ആശയം നമുക്ക് ഏത് രീതിയിലും പ്രതിഫലിപ്പിക്കാം. അത് ഗദ്യ കവിതയോ പദ്യ കവിതയോ എന്തും ആവാം, അതിൽ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഈ ശാസ്താംകോട്ട കവിതയിൽ എന്നുള്ള നിങ്ങളുടെ കവിതയിൽ ഇഷ്ടപ്പെട്ട വരികൾ എന്ന് പറയുന്നത്, നിങ്ങളാണു നിങ്ങളാണു നിങ്ങൾ തന്നെ കാരണം, നിങ്ങളാണു ഞാൻ ചുരന്ന പാൽ കുടിച്ച മക്കളെ, പാൽ കുടിച്ചു നന്ദി തെല്ലുമുള്ളിലില്ല, നിങ്ങൾ ഈ പാഴ്വിസർജ്യം എൻ്റെ തന്നെ മാറിലേക്ക് ഒഴുക്കിയോ. ഇത് ഞാൻ ചൊല്ലിയാൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചൊല്ലുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഈണം എങ്ങനെയാണ്? പഞ്ചചാമരം വൃത്തത്തിൽ നിന്ന് ഒരക്ഷരം കുറഞ്ഞൊരു വൃത്തമാണിത്. പക്ഷേ ഇത് കുറച്ച് ഒരു കൂർത്ത വാക്കുകളൊക്കെ കായലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന പോലെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നിങ്ങളാണു നിങ്ങളാണു നിങ്ങൾ തന്നെ കാരണം, നിങ്ങളാണു ഞാൻ ചുരന്ന പാൽ കുടിച്ച മക്കളെ, പാൽ കുടിച്ച നന്ദിതെല്ലും ഉള്ളിലില്ല, നിങ്ങളീ പാഴ്വിസർജ്യം എൻ്റെ തന്നെ മാറിലേക്കൊഴുക്കിയോ, ചിന്ത തന്നിൽ സത്വിചാരം വെള്ളുമില്ല, നിങ്ങളിൽ വിത്തദാഹമാണു നല്ല ചിന്ത ചത്ത, നിങ്ങളിൽ ആയതില്ല ചേർക്കുവാൻ എനിക്കു നന്മയൊട്ടുമേ, ആശയറ്റുപോയെനിക്കു നിങ്ങളോടു മക്കളെ. ഈ കവിത മാത്രമേ എഴുതിയിട്ടുള്ളൂ അതോ നോവല്, ചെറുകഥ, അങ്ങനെയുള്ള സാഹിത്യത്തിൻ്റെ മറ്റ് മേഖലകളിലേക്ക് കൈവച്ചിട്ടുണ്ടോ? ആദ്യകാലത്ത് കവിതയാണ് എഴുതിയിരുന്നു, ഒപ്പം തന്നെ കഥയും എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 അധ്യായങ്ങൾ വരുന്ന ഒരു നോവൽ എഴുതി പൂർത്തീകരിച്ചിട്ടുണ്ട്, ഇറാഖ് യുദ്ധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ. പക്ഷെ അതൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഞാൻ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി ഡയറികളിൽ എഴുതി വെച്ചിരിക്കുന്നത് മാത്രമാണ്. അതുപോലെ തന്നെ കഥകളും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ താളാത്മക കവിതയിലൊക്കെ വന്നതിന് ശേഷം കഥയാക്കാൻ വെച്ചിരുന്ന ചില വിഷയങ്ങൾ പോലും കവിതയാക്കി, കുന്നെന്ന് പറഞ്ഞൊരു കവിത മുഴുവൻ കവിതയാക്കി തന്നെ ജനങ്ങളിലേക്ക് നമ്മുടെ ആശയം എത്തിക്കാൻ കവിതയാണോ നോവലാണോ അല്ലെങ്കിൽ ചെറുകഥ, ഏത് മാധ്യമമാണ് കൂടുതൽ നല്ലതെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് കവിത പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തുമെന്ന് തോന്നുന്നു. കാരണം ഗദ്യ കവിതകൾ നല്ല വിമർശനാത്മകമായി എല്ലാം നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ താളാത്മകമായി എഴുതിയിട്ട് ഈ ചൊല്ലി ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ കവിത കൂടുതൽ ആളുകളിൽ വായന കുറഞ്ഞു വരുന്ന, കവിത തിരഞ്ഞെടുത്ത് വായിക്കുന്നവർ പൊതുവെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ താളാത്മക കവിതകൾ ആകുമ്പോൾ പുതിയ കാലത്തിലേക്ക് നമുക്ക് ഈ കായലിനെ തന്നെ ഒരു ചൊല്ലി ആളുകളെ നന്നായി ചൊല്ലാൻ അറിയാവുന്നവർക്ക്
ആളുകളെ ബോധവൽക്കരിക്കാനും ഒക്കെ ഒരു സന്ദേശം എത്തിക്കാനൊക്കെ കവിതയ്ക്ക് നന്നായി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.